ചേട്ടാ, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. നമ്മൾ ആരും അത് പ്രതീക്ഷിച്ചില്ല. പിണറായി വിജയൻ ഈ അറസ്റ്റിലൂടെ ലക്ഷ്യമിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണോ അതോ അമിത്ഷാജിയാണോ? അതിനകത്ത് ഒരു സംശയമില്ലാതെ പറയാം, അത് അമിത്ഷാ തന്നെയായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ തൊട്ടുള്ള വാർത്താ മാധ്യമങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് അതിനകത്ത് ജനൻ ടി വി ഒഴികെ സ്വാഭാവികമായിട്ടും അവർ BJP-യുടെ ഒരു രാഷ്ട്രീയം നോക്കുന്ന ചാനലാണ് എന്നുള്ളതുകൊണ്ട് ജൻ ടി വി ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും രാഹുലിന്റെ രാവിലെ മുതലുള്ള വാർത്താ അപ്ഡേറ്റ്സ് ആണ് കൊടുക്കുന്നത്. രാവിലെ വരുന്നത് പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത, അതിന്റെ പിന്നാലെ വരുന്നത് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നുള്ള വാർത്ത, പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് പൂങ്കുരുളിയുടെ നേതൃത്വത്തിൽ IG പൂങ്കുരുളിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യുന്ന 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലുള്ള വാർത്ത. ആ ചോദ്യം ചെയ്യലിന് ഇടയിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നു. ആ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പരാതിക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. അതിനുശേഷം അവിടുന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ. അതിനുശേഷം അവിടുന്ന് പൊട്ടൻസി ടെസ്റ്റ് നടക്കുന്നു, DNA സാമ്പിൾ എടുക്കുന്നു. അതിനുശേഷം നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ഈ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ അത് വലിയൊരു ചതിയുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ന് ഈ പറയുന്ന അവിടുത്തെ ജൂറിഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റ് ഇന്ന് ലീവാണ്. ഇന്ന് സൺഡേ ലീവാണ്. അപ്പം ആ ജൂറിഡിക്ഷനുള്ള മജിസ്ട്രേറ്റ് ലീവ് ആയതുകൊണ്ട് മറ്റേ ചാർജ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുലിനെ വീട്ടിൽ ഹാജരാക്കിയത്. സ്വാഭാവികമായിട്ടും ഇത്ര പ്രധാനപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതി സാധാരണ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു സംഭവത്തിലാണെങ്കിലൊക്കെയാണ് ഈ ചാർജ് മജിസ്ട്രേറ്റ് അതിനകത്ത് ജാമ്യം കൊടുത്തു വിടുക. ചാർജ് മജിസ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജൂറിഡിക്ഷനിലെ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം താൽക്കാലികമായി ഏൽപ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളില്ലാത്ത ചാർജ് മജിസ്ട്രേറ്റുമാർ ഒരിക്കലും ഒരു റിസ്ക്കുള്ള കാര്യങ്ങൾ എടുക്കാറില്ല. അപ്പൊ ചാർജ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് 14 ദിവസം റിമാൻഡ് എന്നുള്ള സാധനത്തിലേക്ക് തന്നെ വരുള്ളൂ എന്നുള്ളത് നിയമത്തെക്കുറിച്ച് അല്പധാരണയുള്ള എല്ലാവർക്കും അറിയുന്നു. കാരണം കേസുകളോ മറ്റു കാര്യങ്ങളോ പരിചയമുള്ള നമ്മളൊക്കെ പലപ്പോഴും പല കേസുകളിനകത്ത് അതിൻ്റെ റിമാൻഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുന്നത് ഒന്ന് ഓപ്പൺ കോർട്ടിലാണോ ഹാജരാക്കുന്നത്. ഓപ്പൺ കോർട്ടിലാണെങ്കിൽ അവിടെ അതിനകത്ത് ഒരു ആർഗ്യുമെന്റിനുള്ള സ്പേസ് കിട്ടും. പിന്നെ ആ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരായി കഴിഞ്ഞാൽ ചില മജിസ്ട്രേറ്റുമാർ വീട്ടിൽ നിന്ന് ആർഗ്യുമെന്റ്സിന് സ്പേസ് കൊടുക്കാറുണ്ട്. ഭൂരിഭാഗം മജിസ്ട്രേറ്റുമാരും ആർഗ്യുമെന്റ്സിന് സ്പേസ് കൊടുക്കാറില്ല. പിന്നെ ചാർജ് മജിസ്ട്രേറ്റിന്റെ മുന്നിലാണെങ്കിൽ അവിടുന്ന് 100% ഉറപ്പാണ് അത് റിമാൻഡിലേക്ക് പോകും. അപ്പം ആരൊക്കെയോ കൂടി കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസം അവിടെ അറസ്റ്റ് ചെയ്യണം, അത് ചാർജ് മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടാവുള്ളൂ, ചാർജ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അത് റിമാൻഡിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള തിരക്കഥയുടെ ഭാഗമായിട്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചാർജ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുവന്നത് വേണം നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഇനിയിപ്പോ മോദിജി വരാൻ പോകുന്നുണ്ട്, അപ്പോഴും ഇത്തരത്തിലൊരു നീക്കം അല്ല. ഇനിയിപ്പോ മോദി വരുന്ന സമയത്ത് ആരെയെ അറസ്റ്റ് ചെയ്യാന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ, ആരെയെ അറസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം അന്ന് വലിയൊരു വാർത്താ പ്രാധാന്യം കിട്ടുന്ന ദിവസമായിരിക്കുമല്ലോ. അപ്പൊ അന്നത്തെ ഈവനിങ് ചർച്ച ഉണ്ടാകേണ്ടത് നരേന്ദ്രമോദി കേരളത്തിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്, BJP കൊടുത്തിട്ടുള്ള ടാർഗറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ഉണ്ടാകേണ്ടത്. ഇന്ന് സ്വാഭാവികമായിട്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു ഈവനിങ് ചർച്ച ഉണ്ടാകേണ്ടത് അമിത്ഷാ കേരളത്തിൽ കൊടുത്ത ചാർജ്, അമിത്ഷയ്ക്ക് കേരളം പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അമിത്ഷാ എന്ന രാജീവ് ചന്ദ്രശേഖരന് കൊടുത്ത ടാർഗറ്റ് എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 25% എന്ന് പറഞ്ഞ ടാർഗറ്റ് കൊടുത്തിട്ട് പൂർത്തീകരിക്കാത്ത രാജീവ് ചന്ദ്രശേഖരനെതിരെ അമിത്ഷാ വാളോങ്ങി. ഇത്തരം വാർത്തകളൊക്കെയാണ് വരേണ്ടത്. അപ്പം ഈ വാർത്തകളെല്ലാം വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അമിത്ഷാ ഈ ഉദയ സമൃദ്ധ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഇത്തരം ജനപ്രതിനിധികളെ കണ്ട സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ NDA മീറ്റിങ്ങിനകത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ BJP കോർ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ആ കോർ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഊഹാപോഹങ്ങളും അവിടെ നിന്ന് ഇവിടുന്ന് സാധനങ്ങൾ പെറുക്കിയെടുത്തിട്ടുള്ള റിപ്പോർട്ടിങ്, ഈ സാധനങ്ങളൊക്കെയാണ് ഇന്നുണ്ടാകേണ്ടത്. ഇന്ന് നിറഞ്ഞു നിൽക്കേണ്ടത് അമിത്ഷാ മാത്രമാണ് കേരളത്തിലെ. എല്ലാ വാർത്തകളിലും നിറഞ്ഞിരിക്കുന്ന അമിത്ഷാണ്. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട വെബ് ചാനലുകൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും വെബ് ഡെസ്കുകളുടെ അകത്ത് ഉണ്ടാകുന്ന വാർത്തകൾ ഭൂരിപക്ഷം രാഹുലുമായി ബന്ധപ്പെട്ട, രാഹുലിന്റെ 1ാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, 2ാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ആ സാധനങ്ങളുണ്ടാകും. അപ്പം ഇതിനകത്ത് ആ വാർത്തകൾ കൃത്യമായി മുക്കുക എന്നുള്ള സാധനം തന്നെയാണ് ഇതിന്റെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടക്കാരിയായിട്ടുള്ള പരാതിക്കാരി, 3ാമത്തെ കേസിലെ പരാതിക്കാരി പുറത്താണ്, എബ്രോഡാണുള്ളത്. അവർ ഇമെയിൽ വഴിയാണ് ഇതിന്റെ സന്ദേശം അയച്ചത്. അതിനുശേഷം വീഡിയോ കോൺഫറൻസ് വഴി അവർ മൊഴിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ രീതിയിൽ ഇമെയിൽ വഴി പരാതി ലഭിച്ചു കഴിഞ്ഞാൽ FIR ഇടുവാണെങ്കിൽ പോലും FIR ഇട്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ അവരെ നേരിട്ട് വന്ന് ഇതിനെ സംബന്ധിച്ചുള്ള മൊഴി നേരിട്ട് നൽകി കേട്ട് വായിച്ച് കേട്ട് ഒപ്പിടുക എന്നുള്ള രീതിയൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പം സാങ്കേതിക വിദ്യ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് മറ്റേ വീഡിയോ കോൺഫറൻസ് വഴി കേട്ട് പരാതി അല്ലെങ്കിൽ ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ആ ഡ്രാഫ്റ്റ് അവർക്ക് അയച്ചു കൊടുത്ത് അവർ ഡീറ്റെയിൽ സിഗ്നേച്ചറോ മറ്റോ കാര്യം ചെയ്ത് തിരിച്ചയച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല.
എന്നാലും ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ ആദ്യത്തെ കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുള്ളതാണ്, രണ്ടാമത്തെ കേസിനകത്ത് നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഈ രണ്ട് കേസിന്റെയും ജാമ്യം റദ്ദാക്കണമെങ്കിൽ വേണമെങ്കിൽ റദ്ദാക്കാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകായിരുന്നു. അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകനായിട്ടുള്ള ശാസ്ത്രമംഗലം അജികുമാർ ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്ററുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും കേസുകളുടെ അവസ്ഥ ഇതാണ്. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പൂങ്കുഴലിയുമായിട്ട് സംസാരിച്ചു. രാഹുൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഹാജരാവണമെങ്കിൽ ഹാജരാവാം എന്ന് രാഹുൽ അങ്ങോട്ട് പറയുകയാണ്. അങ്ങോട്ട് പറയുന്ന സമയത്ത് ഈ പറയുന്ന പൂങ്കുഴലി ലെറ്റ് മീ ഇൻഫോം യു എന്ന രീതിയിലേക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാണ്. അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഈ അഭിഭാഷകന്റെ കയ്യിലുണ്ട്. ലെറ്റ് മീ ഇൻഫോം യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഹാജരാകണമെങ്കിൽ ഹാജരാകാം എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം, അതിന്റെ സൗകര്യം അറിയിക്കാം എന്ന് പറയുന്ന സമയത്ത് ഈ പാലക്കാടുള്ള ഈ എന്താ പറയാ നേരത്തെ പലതവണ നമ്മുടെ പെട്ടി വിവാദമൊക്കെ ഉണ്ടായിട്ടുള്ള അതേ ഹോട്ടല്, അതായത് KPM റെജൻസി എന്ന് പറയുന്ന അതേ ഹോട്ടലില് 2002 എന്ന് പറയുന്ന റൂമിൽ രാഹുൽ ഉണ്ടാകുകയും അതിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ ഈ പറയുന്ന മുരളീധരൻ എന്ന് പറയുന്ന DYSP ഉൾപ്പെടെ ഒരു 6 പോലീസുകാരെ അവിടെ തങ്ങുകയും തൊട്ടിപ്പുറത്തെ റൂമിൽ രാഹുലാണ് എന്ന കാര്യം ഈ കൂട്ടത്തിലുള്ള മുരളീധരൻ അല്ലാതെ മറ്റാർക്കും അറിയത്തില്ലായിരുന്നു പോലീസുകാർക്ക്. അങ്ങനെ വളരെ അതീവ രഹസ്യമായി ഏതോ അന്താരാഷ്ട്ര ക്രിമിനലിൽ പിടിക്കുന്ന അതേപോലെയുള്ള മൂഡിൽ അവിടെ പോയി താമസിച്ച് രാത്രി 12:15 രാഹുലിന്റെ മറ്റ് സഹായികൾ ഇവരൊക്കെ റൂമിൽ നിന്ന് പോയി എന്നുള്ള ഉറപ്പ് വരുത്തി ആ സമയത്ത് തന്നെ ഈ പറയുന്ന ഹോട്ടലിൽ ജീവനക്കാരുടെ മൊബൈൽ ഫോണൊക്കെ ഒരു പോലീസുകാരൻ കൈക്കലാക്കി വെച്ച് ഈ രാഹുലുമായി ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാഹുലിന്റെ റൂം മുട്ടുന്നു. രാഹുലിനോട് ഈ കേസ് 3ാമത്തെ പരാതിയുണ്ട്, പരാതിയിൽ അറസ്റ്റ് ചെയ്യുകയാണ്, കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആ സമയത്ത് രാഹുൽ അഭിഭാഷകരെ കാണണം അല്ലെങ്കിൽ വിളിക്കണം എന്ന് പറയുന്ന സമയത്തൊക്കെ അതൊന്നും തന്നെ നടക്കില്ലെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി വെച്ചുകൊണ്ട് ഒരു 10-15 മിനിറ്റത്തെ സംസാരത്തിനൊടുവിൽ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് SP-ക്കും ഈ പറയുന്ന DYSP മുരളീധരൻ നായർക്കും മാത്രമാണ് പാലക്കാട് ജില്ലയിൽ ഈ വിഷയം അറിയുന്നത്. അത്ര രഹസ്യമായിട്ട്, അതായത് പോലീസിൽ നിന്ന് ഒരു കാരണവശാലും ഈ വിവരം ചോരാൻ പാടില്ല എന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല. ഇതിനകത്ത് പരാതിക്കാരിക്ക് അത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിന് പുറത്തുള്ള അന്വേഷണം കൃത്യമായി നടക്കുകയും കാര്യങ്ങളും എല്ലാം നടന്നു. പക്ഷെ അതേസമയത്ത് ഈ കുറ്റാരോപണ വിധേയനായിട്ടുള്ള രാഹുലിനെ യാതൊരു വിധത്തിലുള്ള മനുഷ്യാവകാശ അദ്ദേഹത്തിന്റെ ലംഘനങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഈ തരത്തിലേക്ക് അറസ്റ്റ് ഇപ്പോൾ കൊണ്ടെത്തിച്ചത്. അത് കൃത്യമായി തന്നെ അമിത്ഷാ ടാർഗറ്റ് ചെയ്താണ്. അമിത്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ശക്തമായി സംശയിക്കുന്നത്. ഇതിനകത്ത് രാഹുലിനെ വെള്ളപൂശുക എന്ന് പറയുന്ന യാതൊരുവിധ ചിന്തയും എനിക്ക് ഈ വിഷയത്തിനകത്തില്ല. പക്ഷെ രാഹുൽ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുല് അതിനകത്ത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. ഇനിയൊരു പെൺകുട്ടിക്കും ഈ രീതിയിലുള്ള അവസ്ഥ രാഹുലിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത്തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുടെ പുറത്ത് കൃത്യമായി അന്വേഷണം നടക്കണം, അതിനകത്ത് കൃത്യമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടാകണം, ആ രീതിയിലേക്ക് തന്നെ പോകണം. പക്ഷെ ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ കേസിനകത്തും ഇതിനകത്ത് ബെയിൽ കിട്ടുകയും ആന്റിസിപ്പേറ്റഡ് ബെയിൽ കിട്ടുകയും രണ്ടാമത്തെ കേസിനകത്ത് നോട്ട് അറസ്റ്റ് കിട്ടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ രാഹുൽ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പോലീസിന് തീരാ തലവേദനയായി മാറുകയാണ്. ഇതിനകത്ത് എല്ലാം പിന്നിൽ നിൽക്കുന്നത് ഇന്നലെ അതായത് ഈ ശനിയാഴ്ച 10-ാം തീയതി രാവിലെയാണ് ഇതിനകത്ത് കേസിനകത്ത് അന്വേഷണ സംഘം ഇതിനകത്ത് അറസ്റ്റിലേക്ക് കടന്നാലോ എന്ന തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതി ഉണ്ടെന്ന ഈ സമയത്ത് മുഖ്യമന്ത്രി ഓഫീസിനെയും ഈ വിഷയം അറിയിക്കുകയും മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതേപോലെ തന്നെ അനുമതിയും കൊടുക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ പാലക്കാട് രാഹുൽ എവിടെയാണെന്നുള്ളത് ട്രേസ് ചെയ്ത് രാഹുലിന് പുറകെ തന്നെയായിരുന്നു ഈ അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. രാഹുലിനെ ഇന്നലെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യായിരുന്നു അവർക്ക്. പക്ഷെ ഇന്നലെ അറസ്റ്റ് ചെയ്താൽ അതിനൊരു ഗുമ്മില്ല. അപ്പൊ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് കറക്റ്റ് ഈ ഒരു സമയത്തുള്ള അറസ്റ്റിനെ നമുക്ക് ഒരു തരത്തിലേ കാണാൻ സാധിക്കുള്ളൂ. BJP കേരളത്തില് വോട്ട് ശതമാനം ഉയർത്തുന്നു, അമിത്ഷായുടെ വരവോടുകൂടി BJP ഇനിയും വളരും. അതിനോടുള്ള ഭയം തന്നെയാണ് ഈ ഒരു അറസ്റ്റ്. തീർച്ചയായും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് രാഹുലാണെങ്കിലും ടാർഗറ്റ് ചെയ്തത് അമിത്ഷയാണ് എന്ന് തന്നെ രീതിയിലേക്ക് നമുക്ക് ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസിന്റെ കസ്റ്റഡി സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ എന്തായാലും 12-ാം തീയതി തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് കോടതിയിൽ മൂവ് ചെയ്യും. ആ ഘട്ടത്തില് കോടതി ചിലപ്പം അന്വേഷണ സംഘത്തിനെ എടുത്തിട്ട് അലക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞാൽ കാണണം. ചിലപ്പം ഇത്ര വിവാദമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ചിലപ്പം കോടതി കസ്റ്റഡി ആപ്ലിക്കേഷൻ അത്
കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു അറസ്റ്റ് അത് വളരെ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റ് ആയിരുന്നു. മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഈ ഒരു അറസ്റ്റ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ ഇത്രത്തോളം ഊർജ്ജം കണ്ടു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് പേരെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ക്ഷണിക്കേണ്ട ഒരുപാട് പേരെ ഈ അറസ്റ്റ് ചെയ്യാനുള്ള ഊർജ്ജം ഒന്നും നമ്മൾ അവിടെ കാണുന്നുമില്ല. തീർച്ചയായിട്ടും 2 മന്ത്രിമാർ ഉൾപ്പെടെ ഇതിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തില് അവരെ ഒന്നും തന്നെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഒന്നും തന്നെ ഇതിന്റെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവരെ ഒന്നും തന്നെ വേറെ രീതിയിലേക്ക് വേറെ രീതിയിലേക്ക് ട്വിസ്റ്റ് കൊണ്ട് തന്നെ. അപ്പം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏത് വിധത്തിലാണോ താഴെ ഇറക്കിയത്, സരിതനെ ഉപയോഗിച്ചാണ് താഴെ ഇറക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സരിതനെ ഉപയോഗിച്ച് താഴെ ഇറക്കി. അതിന്റെ ഒരു തിക്ത അനുഭവം സരിത ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ തന്നെ ഈ ഒരു എന്താ പറയുക വീണ്ടും ഒരു UDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ അതേപോലെ തന്നെ മറ്റൊരു പെൺ വിഷയം ഉണ്ടാക്കി, സ്ത്രീ വിഷയം ഉണ്ടാക്കി. സ്ത്രീ വിഷയം പറയുന്നത് പൊതുവെ നാട്ടുകേസുള്ള വിഷയമായിട്ട് പൊതുവെ എല്ലാവരും ആയതാണ്. പണ്ട് സന്ദേശം സിനിമേന്റെ അകത്ത് പറയുന്നത് കൊള്ളാവുന്ന കുറെ ചെറുപ്പക്കാർ അവരുടെ പാർട്ടിയിലുണ്ട്, അവരെ വല്ല പെണ്ണ് കേസിലും പെടുത്ത് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന പോലെ ആ സന്ദേശത്തിന്റെ 1900 എന്തായാലും 10-25 വർഷം കഴിഞ്ഞല്ലോ. 25 വർഷം പിന്നീടുള്ള ആ ചിന്താഗതിയിൽ നിന്ന് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ ആളുകളുടെ ചിന്താഗതി മാറിയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട. കാരണം ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ, ഒരു പെണ്ണ് കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ പൂർണ്ണമായും ചീത്തയാണ്, അതിൻ്റെ അകത്ത് മെറിറ്റ് എന്താണ് ഡിമെറിറ്റ് എന്താണെന്ന് നോക്കാൻ തരത്തില് അവന് എന്തായാലും കോർണർ ചെയ്യപ്പെടും എന്ന നിലയിലേക്ക് തന്നെ ഇവരെ ഇന്നത്തെ നോക്കി കാണുന്നുണ്ട്. എന്നാലും രാഹുലിനെ വെള്ളപൂശം നമ്മൾ നിൽക്കുന്നില്ലെങ്കിലും കൃത്യമായി തന്നെ ഇത് ഇന്നത്തെ ദിവസത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് അമിത്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു അറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് കണക്കാക്കാൻ പറ്റുക.